ശാന്തമായൊഴുകുന്ന ഗംഗയിലെ പുണ്യതീർത്ഥത്തിലൂടെ ഓളം തള്ളി നീങ്ങുന്ന ദീപാലങ്കൃതമായ ഉല്ലാസനൗകയിൽ നിന്നും എൻ്റെ ക്യാമറ മെല്ലെ നീങ്ങി വന്ന് നിന്നത് മണികർണിക ഘട്ടിലെ കത്തിയെരിയുന്ന ചിതകളിലേക്കാണ്. ജീവിതത്തിൻ്റെ തികച്ചും വ്യത്യസ്തമായ രണ്ടു തലങ്ങൾ ഒരേ ഫ്രെയിമിൽ. കാശിയിലെ മണികർണിക ഘട്ടിൽ രാവും പകലും ഒരുപോലെ ചിതകൾ കത്തിയെരിയുമ്പോൾ അതൊരു ജീവന്റെ അന്ത്യമാവുകയല്ല, മറിച്ച് ജനന മരണ ചക്രത്തിൽ നിന്നും മോചിതമായ ആത്മാവിൻ്റെ മോക്ഷത്തിലേക്കുള്ള യാത്രയുടെ അനുഗ്രഹീതമായ തുടക്കം കുറിക്കുകയാണ്. വാരണാസിയെ മോക്ഷനഗരി എന്നറിയപ്പെടാനുള്ള പ്രധാന കാരണമായ മണികർണികയുടെ ഐതിഹ്യങ്ങളിലൂടെയും കഥകളിലൂടെയും ഒരു യാത്ര. മണികർണിക ഘാട്ട് കേവലം ഒരു ശ്മശാനമല്ല, മറിച്ച് ജീവിതത്തിൻ്റെ നശ്വരതയെയും മരണമെന്ന യാഥാർത്ഥ്യത്തെയും ബോധ്യപ്പെടുത്തി തരുന്ന സ്ഥലം കൂടിയാണ്. കാശിയിലെ മഹാശ്മശാനം. ചേതനയറ്റ മനുഷ്യ ശരീരങ്ങൾ ഇടതടവില്ലാതെ കത്തിയമരുന്നതിൻ്റെ പുക അവിടെ ആകെ നിറഞ്ഞു നിൽക്കുന്നു. ചിതകളിൽ നിന്നുയരുന്ന ചൂടും പുകയും ഗന്ധവും തളം കെട്ടി നിൽക്കുന്ന അന്തരീക്ഷം. ഇടതടവില്ലാതെ കത്തിക്കൊണ്ടിരിക്കുന്ന ചിതകളുടെ ചൂടും പുകയുമേറ്റ് കെട്ടിടങ്ങൾക്കുമെല്ലാം നിറം മങ്ങിയിരിക്കുന്നു. ദീപാലങ്കൃതമായ ദശാശ്വമേധഘട്ടിൽ ഉയർന്നത് ചന്ദനത്തിരിയുടെയും കർപ്പൂരത്തിൻ്റെയും ഗന്ധമായിരുന്നെങ്കിൽ ഇവിടെ അതിനൊപ്പം പച്ചമാംസം കത്തുന്ന ഗന്ധം കൂടി ചേർന്നതാണ്. ഗംഗാതീരത്തെ മണികർണിക ഘട്ടിൽ അന്ത്യകർമ്മങ്ങൾ ചെയ്താൽ എല്ലാ പാപങ്ങളിൽ നിന്നും പുനർജന്മങ്ങളിൽ നിന്നും മുക്തി നേടി മോക്ഷപ്രാപ്തി നേടുന്നുവെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഇവിടേക്ക് അന്ത്യകർമ്മങ്ങൾ ചെയ്യുവാൻ ആൾക്കാരെത്തുന്നുണ്ട്. മൃതദേഹങ്ങൾ കത്തിക്കുവാനുള്ള വിറകുകളും മറ്റ് സുഗന്ധദ്രവ്യങ്ങളും വിൽക്കുവാനായി അടുക്കി വെച്ചിരിക്കുന്നു. ഏകദേശം 7000 രൂപ കൊടുത്താൽ ഒരു ദഹിപ്പിക്കൽ കിറ്റ് കിട്ടുമെന്ന് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞു. ഇന്നലെ വരെ ആരാധനാലയങ്ങളിലും ബാങ്കിലും ബാറിലുമൊക്കെ ക്യൂ നിന്നവർ ഇന്നിതാ തങ്ങളുടെ ചിത ഒരുങ്ങുന്നതിൻ്റെ ഊഴവും കാത്ത് ചേതനയേറ്റു കിടക്കുന്നു. പുത്തനുടുപ്പും പെർഫ്യൂമും പൂശി ചമഞ്ഞു നടന്ന ശരീരങ്ങൾ വിറകിനടിയിൽ വെറും അസ്ഥികളായി കത്തിയമരുന്ന ദൃശ്യം. ഇടതടവില്ലാതെ സംസാരിച്ചുകൊണ്ടിരുന്ന അരുണും ഫാസിലും ഞാനുമൊക്കെ നിശബ്ദരായിരിക്കുന്നു. തീനാളങ്ങൾ നിർദാക്ഷിണ്യം മനുഷ്യ ശരീരങ്ങളെ വിഴുങ്ങുന്നു. നാം ഭയത്തോടെ മാത്രം കേൾക്കുന്ന മരണം ഇവിടെയൊരു ആഘോഷമാണ്. ഒരുപക്ഷെ മോക്ഷപ്രാപ്തി കിട്ടുന്നു എന്നുള്ള വിശ്വാസം കൊണ്ടാവാം ഇവിടെ ആരും കരയുന്നത് ഞങ്ങൾ കണ്ടില്ല. ഇവിടുത്തെ ചിതകളിലെരിയുന്ന ഓരോ ശരീരത്തിൻ്റെയും ചെവികളിൽ സാക്ഷാൽ പരമശിവൻ നേരിട്ട് വന്ന് മോക്ഷദായകമായ താരകമന്ത്രം ചൊല്ലിക്കൊടുക്കുമെന്നും തുടർന്ന് ഭൂതഗണങ്ങൾ ആത്മാവിനെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു എന്നുമാണ് വിശ്വാസം. മണികർണിക ഘട്ട് എന്ന മനോഹരമായ പേരിനു പിന്നിലുമുണ്ട് ഒരു കഥ. ഒരിക്കൽ പാർവതീദേവി ഗംഗയിൽ നീരാടുന്ന വേളയിൽ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കർണാഭരണങ്ങൾ ഇവിടെ വെച്ച് നഷ്ടപ്പെട്ടുവെന്നും എത്ര തിരഞ്ഞിട്ടും കിട്ടാത്ത നിരാശയിൽ ഇവിടം ശ്മശാനമാകട്ടെ എന്ന് ശപിച്ചെന്നുമാണ് ഐതിഹ്യം. പച്ചമാംസം കത്തിയേരിയുന്ന പുകയും മണവുമടിച്ച് തല മരവിച്ച ഞങ്ങൾ മണികർണിക ഘട്ടിനടുത്തുള്ള പടകുകളിലിരുന്ന് ഗംഗാനദിയെ നോക്കി കുറേ സമയമിരുന്നു. ഏറെ സമയം അവിടെ ചിലവഴിച്ച ശേഷം ഇടുങ്ങിയ ഈ തെരുവിലൂടെ നിശബ്ദമായ ഞങ്ങളുടെ മടക്കയാത്രയിൽ ഞാൻ മരണത്തെപ്പറ്റിയും മോക്ഷത്തെപ്പറ്റിയും മുക്തിയെപ്പറ്റിയും ഒക്കെ മനസ്സിലോർത്തു. ഇവിടെ ഈ കാശിയിൽ തന്നെ അങ്ങ് കൂടിയാൽ എങ്ങനെയിരിക്കും? എനിക്കും മോക്ഷം കിട്ടുമായിരിക്കും. ഒരു നിമിഷം എൻ്റെ മനസ്സിലൂടെ അമ്മയുടെയും ഭാര്യയുടെയും കുട്ടികളുടെയും മുഖങ്ങൾ കടന്നുപോയി. വേണ്ട, എനിക്ക് ഉടനെ മോക്ഷം വേണ്ട, ജീവിച്ചാൽ മതി. മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ്. റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ ഈ വരികളും മനസ്സിൽ മൂളിക്കൊണ്ട് ഞാൻ ഒരു ചെറിയ മന്ദഹാസത്തോടെ ഫാസിലിൻ്റെയും അരുണിൻ്റെയും പിന്നിൽ ഹോട്ടലിലേക്ക് നടന്നു. ഒരു കവാടവും കടന്ന് ഞങ്ങൾ മുന്നിലേക്ക് നടന്നു. ചുറ്റും അതിഗംഭീരമായ കാഴ്ചകളാണിപ്പോൾ. ചെറുതും വലുതുമായ നിരവധി കടകൾ. അവയിൽ പലവിധ സാധനങ്ങൾ വിൽക്കാൻ വെച്ചിരിക്കുന്നു. മാലകളും വളകളും കരകൗശല വസ്തുക്കളും അലങ്കാര വസ്തുക്കളും അങ്ങനെ അങ്ങനെ. അതിമനോഹരമായി വിളക്കുകൾ ക്രമീകരിച്ചതുകൊണ്ട് ആ കാഴ്ചയ്ക്ക് മാറ്റ് 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുന്നു. ഞങ്ങൾ വീണ്ടും മുന്നോട്ട് നടന്നു. കുട്ടികളുടെ കളിക്കോപ്പുകളും അലങ്കാര വസ്തുക്കളും ശിവലിംഗങ്ങളും മറ്റ് സുവനീറുകളും ഒക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്ന മറ്റൊരു കട. പലവിധ വർണ്ണത്തിലും തരത്തിലുമുള്ള വളകളും മാലകളും കമ്മലുകളും അടുത്ത കടയിൽ. നമ്മുടെ കുട്ടിക്കാലത്തെ ഓർമ്മപ്പെടുത്തുന്ന വർണ്ണ മിഠായികൾ വിൽക്കാൻ വെച്ചിരിക്കുന്ന മറ്റൊരു കട. മിഠായിയുടെ മധുരത്തിനേക്കാൾ അവയുടെ നിറങ്ങളും കുപ്പികളും അവ ക്രമീകരിച്ചു വെച്ചിരിക്കുന്ന വിധവുമാണ് എന്നെ കൂടുതൽ ആകർഷിച്ചത്.
ചെറുതും വലുതുമായ പലതരം വിളക്കുകളും കിണ്ടികളും വിൽക്കുന്ന മറ്റൊരു കട. അടുത്ത കടയിൽ നിന്നും അരുൺ ചില ബ്രേസ്ലെറ്റുകളും മാലകളുമൊക്കെ വാങ്ങി ഞങ്ങൾ വീണ്ടും മുന്നോട്ട് നടന്നു. മധുരപലഹാരങ്ങളും ജിലേബിയും ലഡ്ഡുവും മലായി ലസ്സിയുമൊക്കെ നമ്മുടെ കൺമുന്നിൽ വെച്ച് തന്നെ ഉണ്ടാക്കിത്തരുന്ന ചെറിയ ചെറിയ കടകൾ. മനോഹരമായ മൺപാത്രത്തിൽ ചായ വിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. അതിനടുത്തായി നല്ല ചൂട് പാല് ഒരു വലിയ പാത്രത്തിൽ നിന്നും പകർന്നു വിൽക്കുന്ന ഒരു കടക്കാരൻ. അവിടെ നിന്നും ഒരു ഗ്ലാസ് പാലും കുടിച്ച് ഞങ്ങൾ വീണ്ടും നടന്ന് പ്രധാന തെരുവിലേക്കെത്തി. ജനസാഗരമാണിവിടെ. സഞ്ചാരികളെ കൊണ്ടും ഭക്തജനങ്ങളെ കൊണ്ടും തെരുവുകൾ നിറഞ്ഞിരിക്കുന്നു. കുറേ സമയം ആ തെരുവിൽ ജനക്കൂട്ടത്തെയും കണ്ട് ഞങ്ങൾ അങ്ങനെ നിന്നു. കുറച്ചു സമയത്തിന് ശേഷം അത്താഴവും കഴിച്ച് ഞങ്ങൾ റൂമിലേക്ക് പോയി ഉറക്കത്തിലേക്ക് ആണ്ടു. നാളെ ഞങ്ങൾക്ക് പോകേണ്ടത് മരണത്തെ മാടി വിളിക്കുന്ന ഒരു വീട്ടിലേക്കാണ്. കേട്ടാൽ വിശ്വസിക്കാൻ പ്രയാസമുള്ള കാശിയിലെ ലാഭമുക്തി ഭവനിലേക്ക്. ഈ വീട്ടിൽ താമസിച്ചാൽ 14 ദിവസത്തിനുള്ളിൽ മരണം സംഭവിക്കുമത്രേ.